നിസ്സംഗതയാണ് സർക്കാരിന്റെ മുഖമുദ്ര. വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ ചെറുവിരൽ പോലും അനക്കാത്ത ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് നിരവധി പ്രാവശ്യം ഈ വിഷയം കൊണ്ടുവന്നു. സത്യത്തിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ 1000-ഓളം പേരാണ് വന്യജീവി ആക്രമണത്തിൽ ഈ കേരളത്തിൽ കൊല്ലപ്പെട്ടത്. 1000-ഓളം പേർ. നിയമസഭയിൽ കിട്ടിയ മറുപടിയാണ്. 1000-ഓളം പേർ കൊല്ലപ്പെട്ടു. മതിൽ പണിയുന്നില്ല, കിടങ്ങ് പണിയുന്നില്ല, സൗരോർജ്ജ വേലിയില്ല, ഒരു പരിപാടിയില്ല, ഒരു പൈസയില്ല, ഒരു പൈസയും ചെലവാക്കുന്നില്ല. മന്ത്രിയോട് ചോദിച്ചാൽ വനം മന്ത്രി പറയും, ഞാൻ വനം മന്ത്രി ആയതുകൊണ്ടാണോ കാട്ടിൽ നിന്ന് ആന ഇറങ്ങുന്നതും പുലി ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. വനം വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല, ഒരു നടപടി. മനുഷ്യൻ വീട്ടിൽ പശുവിനെ അയച്ചു കെട്ടാൻ പോയ ചെറുപ്പക്കാരെയാണ് ആന ചവിട്ടിക്കൊന്നത്. ഈ വനാതിർത്തിയിലുള്ള ആളുകൾ മുഴുവൻ, പ്രത്യേകിച്ച് കർഷക സമൂഹമാണ്, ജീവനിൽ ഭയന്നാണ് ജീവിക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പ്രായമായവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പശുവിനെ കറന്നാണ് അവർ ജീവിക്കുന്നത്, പാല് വിറ്റ്. പാല് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഈ ഭീതിയിലാണ് ആന, കടുവ, പുലി, കാട്ടുപോത്ത്, കുരങ്ങ്, പന്നി, മുഴുവൻ എല്ലാ കാർഷിക വിളകളും പൂർണ്ണമായി നശിപ്പിച്ചു. പട്ടിണിയിലേക്കാണ് പോകുന്നത്. വനാതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം മുഴുവൻ ദുരിതപൂർണമായി മാറിയിട്ടും നിരന്തരമായി പരാതികളും സമരങ്ങളും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ നിസ്സംഗരായി ഇരിക്കുകയാണ് സർക്കാർ. അതുകൊണ്ട് അതിശക്തമായി അവർക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭം UDF ആരംഭിക്കുകയാണ്. അതിന്റെ ഭാഗമായി മലയോരത്തെ കർഷകരുടെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള വലിയൊരു സമര പരിപാടിക്ക് ഐക്യജനാധിപത്യ മുന്നണി തുടക്കം കുറിക്കുക കൂടി ചെയ്യാണ് ഉടൻ തന്നെ.